ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായി നടത്തിയ സംഭാഷണത്തെക്കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം അറിയുവാനായി താങ്കൾക്കൊരു SMS ലഭിച്ചേക്കാം. അതിനു മറുപടിയായി താങ്കളുടെ വിലയേറിയ പ്രതികരണം അയക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. താങ്കളുടെ ഈ SMS ടോൾ ഫ്രീ ആയിരിക്കും. നമസ്കാരം, എൻ്റെ പേര് സുധീഷ്. താങ്കളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? അതെ, ഞാൻ വിളിക്കുന്നത്, എൻ്റെ പേര് നൗഫൽ എന്നാണ്. ഞാനിപ്പോൾ ഈ വോഡഫോൺ സിം എടുത്തിട്ട് ഏതാണ്ട് ഒരു 2 വർഷമായി. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ ഈ കോള് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ 2 മിനിറ്റ് മുന്നേ വിളിച്ചപ്പോൾ നിങ്ങളെ മുകളിലുള്ള ഒരാളെ കിട്ടാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ലൈനിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന കസ്റ്റമർ കെയർ എന്താണെന്ന് നമുക്ക് ഇംഗ്ലീഷിലൊന്നും നമുക്ക് എന്താ പറയാൻ അറിയില്ല. അവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്ത് പറയാം സർ. ഹോൾഡ് ചെയ്യാമോ? ഓക്കെ. താങ്ക് യു. ഉപഭോക്താവെ, ഇനി ആസ്വദിക്കൂ വോഡഫോണിന്റെ. ലൈൻ ഹോൾഡ് ചെയ്യണം നന്ദി സർ. ഓക്കെ, ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തരാം സർ. ഓക്കെ, താങ്ക് യു. സ്വന്തമാക്കൂ. സർ, കോൾ ഇപ്പോൾ സീനിയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് കണക്ട് ആയിട്ടുണ്ട്. എന്റെ പേര് ഗോകുൽ സർ. എന്ത് ഡീറ്റെയിൽസ് ആണ് ആവശ്യപ്പെടുന്നത് പറയാമോ സർ? ദയവായി പറയാമോ? ഓക്കെ, ഞാനിപ്പോ കുറച്ച് മുന്നേ വിളിച്ചു. ഓക്കെ. അപ്പൊ നിങ്ങളെ ഒരു സർവീസ് ആയിട്ട് എടുത്തു ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ പറഞ്ഞപ്പോ കോൾ കട്ടായി പോയി. സീനിയറായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ കോൾ കട്ടായി പോയി. അപ്പൊ ഞാൻ പിന്നെ വിളിച്ചത്. ഇപ്പൊ സിം എടുത്തിട്ട് ഏതാണ്ട് 2 വർഷമായിട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഓഫർ വന്ന് നമുക്ക് ഒരു മാർച്ച് 26-ാം തീയതിയാണ് ഓഫർ വന്നത്. ഫ്യൂ ഡേയ്സ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് 353 അത്ര രൂപയുടെ ഡെയിലി 1 GB ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഓഫർ വന്നത്. അതിപ്പോ അങ്ങനെയാണ് ഓഫർ വന്നത്. ഇന്നിപ്പോ ഞാനിപ്പോ വിളിക്കാൻ നോക്കുമ്പോ ബാലൻസ് ഇല്ലാന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ചെക്ക് ചെയ്തപ്പോ നിങ്ങൾക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു മിനിമം ബാലൻസ് അക്കൗണ്ടിൽ 1 രൂപ വേണം, എന്നാലേ കോള് പോവുള്ളൂ. അത് നമുക്ക് പ്രശ്നമില്ല, 1 രൂപ ഇല്ലെങ്കിൽ കോള് പോകില്ല. ഓക്കെ, അത് നമ്മൾ സമ്മതിച്ചു തന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഡെയിലി 300 ആണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. 300 മിനിറ്റ് ആഴ്ചയിൽ ഇങ്ങനെ ലിമിറ്റേഷൻ ഉണ്ടെന്ന് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഇൻഫോം ചെയ്യുന്നത് നിങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഓഫർ വരുന്ന ടൈമിൽ ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനൊന്ന് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിലവിൽ ഓഫർ പറയുമ്പോൾ നിലവിൽ പറയുന്നുണ്ട് ടേം ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നുണ്ട്, TNC. ഓക്കെ, ആ ഓഫറിനെ കുറിച്ചുള്ള ഇതിൽ പറയുന്നുണ്ട് സർ. ഓക്കെ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മളിപ്പോൾ എല്ലായിടത്തും കാണുന്നതാണ്. അപ്പോൾ എന്ത് സംഭവം ആയാലും അതിന്റെ താഴെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. പക്ഷെ അതിൽ ഇത്ര ക്രൂഷ്യൽ ആയിക്കാണ്ടുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഇല്ല സർ, തീർച്ചയായും അത് നമുക്ക് ഒരു ഓഫറിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിൽ ടേം ആൻഡ് കണ്ടീഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് സർ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ റൂം എടുക്കാൻ പോകും. അപ്പോൾ റൂം എടുക്കാൻ പോകുമ്പോൾ ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ റൂം എടുക്കാൻ പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ പോയിട്ട് ഇവിടെ റിസപ്ഷനിൽ പോയിട്ട് ഒരു ദിവസം 2000 രൂപയാണ് ചാർജ്. ഒരു രാത്രിയും ഒരു പകലും 2000 രൂപ ചാർജ് എല്ലാം എടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസും ഉണ്ട്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അവർ വന്നിട്ട് പറയണേ ഇറങ്ങി പോകണം. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിക്കുമ്പോൾ 12 മണിക്കൂർ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അതവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇങ്ങനെ 12 മണിക്കൂറേ ഇരിക്കാൻ പറ്റുള്ളൂ. അതുപോലെയാണ് നിങ്ങളുടെ അവസ്ഥ. പിന്നെ ഒരു മിനിറ്റ്, പിന്നെ വേറെ കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോ നിങ്ങൾക്ക് അൺലിമിറ്റഡ് എന്ന് എഴുതേണ്ട അത്രയും വേണ്ട, ഒരു 300 മിനിറ്റ് എന്ന് എഴുതാൻ. ഇല്ല സർ, നമുക്ക് ഒരു ഇത്ര ക്യാരക്ടേഴ്സ് മാത്രമേ കസ്റ്റമറെ സെൻഡ് ചെയ്യാൻ പറ്റുന്നതുണ്ട് സർ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പിന്നെ എന്തിനെ ആ അൺലിമിറ്റഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വലുതായിട്ട് ഇത്ര ഒരു 4-5 പേജിൽ കണക്കിൽ എന്തെങ്കിലും മെസ്സേജ് വരുന്നത് കണ്ടിട്ടുണ്ടോ? ഷോർട്ട് ആയിട്ടേ വരുള്ളൂ സർ. അത് കസ്റ്റമറിന് മനസ്സിലാക്കുന്ന രീതിയിൽ ഷോർട്ട് ആയിട്ട്. ഓക്കെ, നിങ്ങൾ ഷോർട്ട് ആയിട്ടാണ് മെസ്സേജ് വരുന്നത്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ കസ്റ്റമറിന് മനസ്സിലാക്കുന്ന രീതിയിൽ വരണമല്ലോ. നിങ്ങളിപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിലും അതിന്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും നെറ്റ് ഉപയോഗിക്കുന്ന ആളാണ്, എല്ലാവരും സ്മാർട്ട് മൊബൈലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ചെറിയൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് തുറന്നു നോക്കാം. അല്ല, ഇപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങളെ വിളിച്ചിട്ട് അന്വേഷിക്കണം എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നിങ്ങളെ വിളിച്ച് അന്വേഷിച്ചിട്ട് മാത്രമേ റീചാർജ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയാണ്. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം, ഈ അൺലിമിറ്റഡ് എന്ന് കൊടുത്തിട്ട് 300 മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് വളരെ 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 മോശമായ പരിപാടി.
വളരെ മോശം എന്നാണ്, വളരെ മോശം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ റീചാർജ് ചെയ്യിപ്പിച്ചതിന് ശേഷം പിന്നെയാണ് ആളുകൾ കബളിപ്പിക്കപ്പെട്ടതായിട്ട് മനസ്സിലാവുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ജിയോ സിം ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അൺലിമിറ്റഡ് കോളിംഗ് ഉണ്ട്, ഇങ്ങനെ ഡെയിലി 1 GB ഡാറ്റ ഉണ്ട്. ഈ ജിയോയുടെ ഓഫർ തീരാൻ നേരത്താണ് നിങ്ങളുടെ ഈ ഓഫർ വന്നത്. അപ്പൊ ആളുകൾ പ്രത്യേകിച്ച് എന്താ നോക്കുന്നത്, ഡെയിലി കോളിംഗ് ഉണ്ടല്ലോ, അതിങ്ങനെ ലിമിറ്റേഷൻ ഉണ്ട്, കാര്യങ്ങളൊന്നും അവിടെ എഴുതിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ആപ്പിൽ നിന്ന് എഴുതിയിട്ടുണ്ട്, ഓക്കെ. പക്ഷെ ആളുകൾ ജിയോ ഉപയോഗിച്ച ആളുകൾ എന്താ വിചാരിക്കല്, ജിയോയിൽ അങ്ങനെ 300 മിനിറ്റ് ഇങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് അവരിത് നേരിട്ട് തന്നെ റീചാർജ് ചെയ്യുന്നു. നിങ്ങളെ വിശ്വസിച്ചാണ് റീചാർജ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ആദ്യം വിളിച്ചു, ഒരാളാണ് എടുത്തത്. അപ്പൊ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് ഓഫർ മെസ്സേജ് വന്ന ടൈമിൽ ഓഫർ ഇങ്ങനെ ആയിരുന്നു, അൺലിമിറ്റഡ് കോളിംഗ് ആയിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓഫർ അതിന്റെ കാര്യങ്ങൾ മാറിയതാണ്, അതിന്റെ ഓഫർ ചെറിയ മാറ്റം വന്നു. ആ മാറ്റം വന്നത് എല്ലാ കസ്റ്റമറിലേക്കും മെസ്സേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞു. ഹലോ, ചേഞ്ചസ് വന്നിട്ടുള്ളത് താങ്കൾ നിലവിൽ അതിനുള്ള കൺഫർമേഷൻ എല്ലാ കസ്റ്റമറിലേക്കും താങ്കൾ നിലവിൽ അതിനുള്ള ഓക്കെ. അപ്പൊ എനിക്ക് എന്തെന്ന് വേണ്ടത്, ഈ അൺലിമിറ്റഡ് എന്ന് എഴുതിയിട്ട് പിന്നെ ഒരു 300 മിനിറ്റിന്റെ ഒരു ആവശ്യം അവിടെ ഇല്ല. താങ്കൾ നിലവിൽ അതിൽ കൊടുത്തിട്ടുണ്ട്, വീണ്ടും താങ്കൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, താങ്കൾ ചെക്ക് ചെയ്ത് നോക്കാം. താങ്കൾ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മുടെ ഇഷ്യൂ അല്ല സർ. നമുക്ക് അത് കൊടുത്തിട്ടുള്ള ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ, ഈ റീചാർജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണോ ഇങ്ങനെ 300 മിനിറ്റ് ഉള്ളൂ എന്ന് പറയുന്നത്? ഇല്ല സാർ, റീചാർജ് ചെയ്യുന്ന തന്നെ താങ്കൾ നിലവിൽ വരും. അങ്ങനെ മെസ്സേജ് ഒരു മിനിറ്റ്, അതിന് മുന്നേ മെസ്സേജ് വന്നതായിട്ട് ഞാൻ കാണിച്ചു തരാം. വന്നിട്ടില്ല എന്ന് ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു? ഓക്കെ, പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ ഈ ഓഫർ റീചാർജ് ചെയ്യുന്നതിന് മുന്നേ 300 മിനിറ്റ് ഇങ്ങനെ ഉള്ളൂ എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് തരും? വേറൊരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഒരൊറ്റ ആളല്ല, എന്റെ കൂടെ ഇപ്പൊ 4 ആളുകളുണ്ട്. ഇവരെല്ലാം വിളിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, ഇവരെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഇവരാരും മിണ്ടാതിരിക്കുന്ന. ഇപ്പൊ ഞങ്ങളിങ്ങനെ ഇതാക്കിയപ്പോൾ ഫേസ്ബുക്കിൽ ഒരു ഓഡിയോ കണ്ടു, നിങ്ങളോട് സംസാരിക്കുന്നു, ഈ പ്രോബ്ലത്തെ പറ്റി സംസാരിക്കുന്നത്. അത് കേട്ടിട്ടാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. ഇവർക്കും കൂടി വേണ്ടിയാണ്, ഞങ്ങൾ എല്ലാവരും കൂടെയാണ് വിളിക്കുന്നത്. അല്ലാതെ വെറുതെ ഒന്ന് ചൂടായിട്ട് ഇങ്ങനെ ഇത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കോൾ കട്ടാക്കി പോകാനല്ല, ഇതിന്റെ സൊല്യൂഷൻ കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും. ഹലോ, ഓക്കെ പറഞ്ഞോളൂ. ഞാനിപ്പോ കുറെ നേരമായി പറയുന്നു, ഇനി നിങ്ങൾ പറ. ഒരു ഓഫർ നൽകുമ്പോൾ തന്നെ താങ്കൾ ടേം ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ TNC എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും സാർ. താങ്കളൊന്ന് വായിച്ചു നോക്കുക, കൃത്യമായിട്ട് താങ്കൾക്ക് മനസ്സിലാവും. ഒരു ദിവസം 300 മിനിറ്റ്, ഒരാഴ്ചയിൽ 1200 മിനിറ്റ്, ഇത് മാത്രമേ താങ്കൾക്ക് വിളിക്കാൻ പറ്റുള്ളൂ. എവിടെ വായിച്ചു നോക്കാനേ, എവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എവിടെ വായിച്ചു നോക്കാനാ സുഹൃത്ത് പറയുന്നത്? എവിടെ വായിച്ചു നോക്കാനാ പറയുന്നത്? അതിൽ തന്നെ മെസ്സേജ് തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സാർ. താങ്കളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക സാർ. ഞാൻ ചെക്ക് ചെയ്തു. ആ മെസ്സേജ് നിങ്ങൾ ആദ്യം വിളിച്ചപ്പോൾ നിങ്ങളുടെ സുഹൃത്തിന് ഞാൻ വായിച്ചു കൊടുത്തു. അതിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, ഫ്യൂ ഡേയ്സ് ലെഫ്റ്റ്, ഇന്ന ഓഫർ ഉണ്ട്, ഇന്ന ഓഫർ ചെയ്യണം, ഇന്ന കമ്പനിയുടെ ഓഫറാണ്, നല്ല ഓഫറാണ്, ചെയ്യണം. അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആപ്ലി എന്ന്. അതെ സാർ, അതായത് താങ്കൾ നിലവിൽ എല്ലാ ഡീറ്റെയിൽസും അതിൽ വരുന്നതാണ് സാർ, ബാധകമാണ്. ഒരു മിനിറ്റ് എന്നിട്ട് ആ ബാധകമായ ഡീറ്റെയിൽസ് എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കും? അത് സാർ ഓഫർ ചെയ്താൽ മാത്രമേ അതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ സാർ. ഒന്ന് സുഹൃത്തെ, ഞാൻ ചോദിക്കുന്നത്, ഒരു ഓഫർ ചെയ്യുമ്പോൾ അതിനടിയിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നേ? നിലവിൽ അതിന് വേണ്ടിയാണ് താങ്കൾ 198 എന്ന് പറഞ്ഞ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് സാർ. ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. നിങ്ങളൊരു ഓഫർ പറയുമ്പോൾ ഞങ്ങൾ അതിനെ കുറിച്ച് അന്വേഷിച്ച് അതിൽ എന്തെല്ലാം ഇങ്ങനെ 300 മിനിറ്റ് ഉണ്ടാവോ ഇല്ലേ ഏതെല്ലാം അന്വേഷിച്ചിട്ടാണോ റീചാർജ് ചെയ്യേണ്ടത് എന്റെ സുഹൃത്ത് പറയുന്നത്? സാർ ഇങ്ങനെയുള്ള ഓഫർ ചെയ്യുമ്പോൾ താങ്കൾ അന്വേഷിച്ച് ചെയ്യുന്നത്. താങ്കളിപ്പോ ഒരു സാധനം ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ സാർ, ഞാൻ എന്ന് പറയാനുള്ളത് ഇത് പറയും സാർ. എക്സാമ്പിളിന്റെ സാധനം താങ്കൾ ഒരു വീട് വാങ്ങുന്നുണ്ട്, ആ വീട് എങ്ങനെയാണ് ഉള്ളത്, എന്താണ് ഉള്ളത്, ഏത് കണ്ടീഷനാണ് ഉള്ളത് ചെക്ക് ചെയ്ത് വാങ്ങിക്കാറില്ലേ സാർ? ഒരു മിനിറ്റ് ഞാൻ ചെക്ക് ചെയ്ത് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ സുഹൃത്തെ, ഞാൻ പറയട്ടെ. ഞാൻ വീട് വാങ്ങിക്കാറുണ്ട്, പക്ഷേ ഈ എല്ലാ മാസം പോയിട്ട് വീട് വാങ്ങിക്കാറില്ല. വീട് വാങ്ങുന്നുണ്ടെങ്കിൽ 10 വർഷത്തിൽ ഒരു തവണ, അങ്ങനെയൊക്കെയാണ് സാധാരണ നോർമലി ആളുകൾ വീട് വാങ്ങുന്നത്. അതാദ്യം മനസ്സിലാക്കുക സുഹൃത്ത്. എക്സാമ്പിൾ ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടിട്ട് പഠിച്ചിട്ട് ഇങ്ങോട്ട് പറയുമ്പോൾ കുറച്ചും കൂടി ആലോചിച്ചിട്ട് പറയാം, ഓക്കെ? അങ്ങനെ 10 വർഷത്തിൽ ഒരു മിനിറ്റ് ചോദിക്കട്ടെ. 10 വർഷത്തിൽ ഒരിക്കലാണ് ഈ വീട് വാങ്ങുന്നത്. ഈ നിങ്ങൾക്ക് വരുന്ന ഓഫർ എന്ന് പറയുന്നത് 10 വർഷത്തിൽ ഒരിക്കലല്ല ചെയ്യുന്നത്, മാസത്തിലായിട്ടും ആഴ്ചയിലായിട്ടും ചെയ്യുന്നതാണ്.
അപ്പൊ അത് നമുക്ക് അറിയാവുന്നതാണ് എങ്ങനെയുള്ള ഓഫറുകളാണ് വരുന്നത്, നമുക്ക് അറിയാവുന്ന സംഭവമാണ്. കാരണം വീട് വാങ്ങാൻ ഓക്കെ സാർ, വീട് വാങ്ങണ്ട, താങ്കളൊരു വീട് വയ്ക്കുന്നുണ്ട്, അതിലൊരു സാധനങ്ങൾ താങ്കൾ നോക്കിയല്ലേ സാർ വാങ്ങുന്നത്, നോക്കി ശ്രദ്ധിച്ചല്ലേ വാങ്ങുന്നത്. പൊന്നു സുഹൃത്തെ, ഒരു വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങുമ്പോൾ ഇപ്പൊ ഡെയിലി വാങ്ങുന്ന സാധനമാണെങ്കിൽ നമ്മൾ നോക്കാതെ തന്നെ വാങ്ങും. അത് നമ്മൾ വിശ്വസിച്ച് വാങ്ങുന്നതാണ്. ഡെയിലി ഒരു ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ നമ്മൾ അതിൽ വിശ്വസിച്ചുകൊണ്ട് വാങ്ങുന്നതാണ്. ഇനി അഥവാ വേറെ ഒരു കൂടുതൽ കാലത്തേക്കുള്ള ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ അത് ദീർഘസമയത്തേക്കുള്ളതാണെങ്കിൽ നമ്മൾ അത് അന്വേഷിച്ചിട്ടേ വാങ്ങുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് വെറും 28 ദിവസത്തേക്കുള്ള ഓഫർ മാത്രം. 28 ദിവസത്തേക്കുള്ള. താങ്കൾ ഏത് വാങ്ങിച്ചാലും ബെസ്റ്റ് ആയിട്ട് വാങ്ങിയെന്ന് ഞാൻ വിചാരിച്ചു സാർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സുഹൃത്തെ, ഒരു കാര്യം ഞാനിങ്ങനെ എക്സാമ്പിൾ പറയുന്നത് കേട്ട് പഠിച്ചിട്ട് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പറയുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ കാര്യം, എന്റെ കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് എന്റെ കഴിഞ്ഞിട്ട് കഴിച്ചില്ലാന്ന് വിചാരിക്കണ്ട. ഇവിടെ വേറെ രണ്ടാൾക്കാരുണ്ട്, ഓൽക്ക് എന്റെ ഫോൺ തന്നെ കൊടുത്തിട്ട് അവർക്ക് മറുപടി പറഞ്ഞിട്ട് ഇതെല്ലാം സൊല്യൂഷൻ കണ്ടിട്ട് നമ്മൾ പിരിയാൻ പാടുള്ളൂ. ഓക്കെ ഓക്കെ നമുക്ക് നിലവിലാക്കാനുള്ള സൊല്യൂഷൻ ഞാൻ നമ്പറിലേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അൺലിമിറ്റഡ് എന്ന് എഴുതേണ്ട ആവശ്യം എന്തായിരുന്നു അതൊന്ന് പറഞ്ഞുതരാമോ? നിലവിൽ ഒന്നും വേണ്ട. അൺലിമിറ്റഡ് എന്നുണ്ട് അതിന്റെ അർത്ഥം നിങ്ങൾ എന്താണ് അതിൽ ആ മെസ്സേജിൽ ഉദ്ദേശിക്കുന്നത്? സംസാരിക്കാം, ഒരു മാസം എത്ര വേണമെങ്കിലും സംസാരിക്കാം സാർ. നമുക്ക് അങ്ങനെയായിരുന്നു ഓഫർ. അത് ഗവൺമെന്റ് റൂൾ അനുസരിച്ച്, അതായത് ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രയൽ റൂൾ അനുസരിച്ച് ഒരു ദിവസം 300 മിനിറ്റ്, ഒരാഴ്ചയിൽ 1200 മിനിറ്റ് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കണ്ടീഷൻ കൊണ്ടുവന്നുകൊണ്ടാണ് വന്നത്. ഈ മാസം 10-ാം തീയതിയാണ്, സോറി സാർ, പോയ മാസം 10-ാം തീയതിയാണ് സാർ വന്നത്. ഓക്കെ, ഈ ട്രായുടെ ഈ ഒരു നിയമം ബാക്കിയുള്ള എല്ലാ നെറ്റ്വർക്കിനും ബാധകമാണോ അതോ നിങ്ങൾക്ക് മാത്രമാണോ ബാധകം? ഹലോ സാർ, എല്ലാ നെറ്റ്വർക്കിലേക്കും ബാധകമാണ് സാർ. താങ്കൾ ഏത് നെറ്റ്വർക്ക് യൂസ് ചെയ്തില്ല ആ നെറ്റ്വർക്കിലേക്ക് ബാധകമാണ് സാർ. ഒരു മിനിറ്റ്, ഞാൻ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കല്ല ചോദിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യാത്ത നെറ്റ്വർക്ക് ഉണ്ട് ഇന്ത്യയിൽ, അത് മനസ്സിലാക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിൽ മാത്രം ബാധകമാണെന്ന് അങ്ങനൊന്നും പറയരുത്. എല്ലാ നെറ്റ്വർക്കിലേക്കും താങ്കൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ആയിരുന്നാലും എല്ലാ നെറ്റ്വർക്കിലേക്കും ബാധകമാണ്. എല്ലാ നെറ്റ്വർക്കിലും ഒരു മിനിറ്റ്, എല്ലാ നെറ്റ്വർക്കിലും ഇന്ത്യൻ ഗവൺമെന്റിന്റെ റൂൾസ് ആണ് സാർ അത്. ഓക്കെ, ഇന്ത്യൻ ഗവൺമെന്റ് ഇത്ര നല്ലതായ ഒരു റൂൾ ഉണ്ടാകുമ്പോൾ ഈ ജിയോ എന്ന് പറഞ്ഞ സിമ്മിലും ഇത് നെറ്റ്വർക്ക് ഈ നിയമം ബാധകമാണോ? തീർച്ചയായിട്ടും അത് ബാധകമാണ്. അവർ ഓഫർ വരുന്നത്, അതായത് ഒഫീഷ്യലായിട്ട് ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല. ലോഞ്ച് ആകുമ്പോൾ താങ്കളുള്ള ഇതിലുള്ള എന്താണ് കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും നടക്കുന്നത്. അതാണ് സുഹൃത്തെ ഞാൻ ചോദിക്കുന്നത്. ജിയോ ഉപയോഗിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഒരു മിനിറ്റ് ചോദിക്കട്ടെ, മിണ്ടല്ല ചോദിക്കട്ടെ. ജിയോ ഉപയോഗിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഈ ഓഫറിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇനി നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഒരു ഓഫർ അയക്കുമ്പോൾ ഞങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്, വേർഡ്സ് സെൻഡ് ചെയ്യുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ 4000 മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ഇതുണ്ട്, വീഡിയോ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യൂ, അതിൽ ക്ലിക്ക് ചെയ്യൂ, ഓഫർ ഇങ്ങനെ മുറിച്ച് അയച്ചുകൂടായിരുന്നോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഒന്നും വേണ്ട സുഹൃത്ത്, ഒരൊറ്റ ചോദ്യം. ഈ അൺലിമിറ്റഡ് കോഡിംഗ് എന്നുള്ള ഈ അൺലിമിറ്റഡ് എന്നുള്ള എത്ര വേർഡ്സ് ഉണ്ടോന്ന് എണ്ണി നോക്കുക. ആ അൺലിമിറ്റഡ് എന്നുള്ള വേർഡ്സിന്റെ അത്രേ ഉള്ളൂ ഈ 300 MIN എഴുതാൻ പെർ ഡേ. ഒരു മിനിറ്റ് ഇത് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ ഞങ്ങളെ നെറ്റ്വർക്കിലെ റീചാർജ് ചെയ്യാനായിട്ട് എന്താ തെറ്റിദ്ധരിപ്പിച്ച് കബളിപ്പിച്ച് റീചാർജ് ചെയ്യിപ്പിച്ചിട്ട് ശേഷം ഇങ്ങനെയാണ് ഞങ്ങൾ ഓഫർ. പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് വിളിക്കുമ്പോൾ അത് സോറി സാർ, ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതാണ്, ഞങ്ങൾ ഓഫർ സ്വല്പം ചേഞ്ച് ആയിട്ടുണ്ട്, ഇങ്ങനെ സിമ്പിൾ ആയിട്ടാണ് ഒഴിഞ്ഞു മാറുക അല്ലേ? സുഹൃത്ത്, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ആദ്യമായിട്ടല്ല ഇപ്പം നിങ്ങൾക്ക് വിളിച്ചു, ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു എന്നറിയോ? ഇങ്ങനെ ബാലൻസ് കട്ടായതിന്. അപ്പം നിങ്ങൾ സൊല്യൂഷൻസ് പറയുമ്പോൾ നമ്മൾ അത് നിങ്ങൾ പറയുന്ന അതേ കേട്ട് അതേ വായിൽ വീങ്ങി നമ്മൾ കോൾ കട്ടായിട്ട് നമ്മൾ വെച്ചാൽ അങ്ങനെയാണ് പൈസ കട്ടായത്, ഇങ്ങനെയാണ് പൈസ കട്ടായത്, നമുക്ക് മനസ്സിലായി, ഓക്കെ സൊല്യൂഷൻ കിട്ടി, നമ്മൾ ഓക്കെ ആയി, സംതൃപ്തിയായി, ഹാപ്പിയായി, ഓക്കെ. പക്ഷെ ഇപ്പം വിളിക്കുമ്പോൾ ഇതിന് സൊല്യൂഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും നിങ്ങളെ വോഡഫോണിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതിലേക്ക് ആളുകൾ വിളിക്കുന്നതും അതിലെ കംപ്ലയിൻസ് രേഖപ്പെടുത്തുന്നതും നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്താതെ കുഴങ്ങുന്നതായിട്ട് ഓഡിയോ ക്ലിപ്സ് ധാരാളം കേട്ടിട്ടാണ് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിളിക്കുന്നത്. അതും കൂടി മനസ്സിലാക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എനിക്കും വേണം, എനിക്കും എന്റെ ചങ്ങായിമാർക്കും എല്ലാവർക്കും വേണം. നിങ്ങളെ റെക്കോർഡാ എന്ത് വേണേ ചെയ്തോളൂ.
അല്ലാതെ നമ്മള് ഒരിക്കൽ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അതിൽ പ്രോഡക്റ്റില് ഉടനെ എങ്ങനെ സാർ ഇത് ചെയ്യാൻ പറ്റില്ല. താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വലിയ പേപ്പർ കണക്കിൽ എഴുതാൻ പറ്റില്ല സാർ. നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്. നമുക്ക് ആ പ്രൊസീജിയർ അനുസരിച്ച് മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ സാർ. അത് നമ്മളെല്ലാം പ്രോഗ്രാം വേണം, ബാക്ക് ടീമിൽ പ്രോഗ്രാം ചെയ്യുന്നതാണ് സാർ. മാർക്കറ്റിംഗ് അതാ ഇതിപ്പോ ഐഡിയയുടെ നമ്പർ എത്തിപ്പോ. ഒരു മിനിറ്റ് ചോദിക്കട്ടെ. അതർ നെറ്റ്വർക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കില്ലല്ലോ സാർ. അല്ല, പൊന്നു സുഹൃത്തെ അതർ നെറ്റ്വർക്കിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യകത ഇപ്പോൾ വരുന്നുണ്ട് നിങ്ങൾക്ക് കോൾ ചെയ്യുമ്പോൾ. കാരണം ഞാൻ പറയണേ താങ്കളല്ലേ വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വേറെ ഏത് നെറ്റ്വർക്ക് ആയാലും ഒരു ഓഫർ തരുമ്പോൾ അതിന്റെ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതെല്ലാം എൻ്റർ ചെയ്തിട്ട് മെസ്സേജ് അയച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതർ നെറ്റ്വർക്കിൽ കൊമ്പത്താണ് നിങ്ങൾ താഴത്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾ പറഞ്ഞു അതൊന്നും നമ്മളല്ല ചെയ്യുന്നത്, അതെല്ലാം മാർക്കറ്റാണ്. ഇത് മറ്റേ കൈ കഴിഞ്ഞ മട്ടാണ് ഇപ്പൊ ഒരു മിനിറ്റ് നിങ്ങളൊരു ജസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ താങ്കൾ പറയുന്നത് ഞാൻ എന്തായാലും താങ്കൾ അക്സെപ്റ്റ് ചെയ്യും. അത് കൊടുക്കാതെ കാര്യങ്ങൾ താങ്കൾ എന്ത് പറഞ്ഞാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് സാർ ഞാൻ താങ്കളോട് തർക്കിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് കൊടുത്തിട്ടുണ്ടെന്ന് സുഹൃത്ത് പറയുന്നത്? അത് ടേം ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് സാർ. പൊന്നു സുഹൃത്ത്, ഒരു കാര്യം ചോദിക്കട്ടെ. അൺലിമിറ്റഡ് കോളിംഗ് നേരിട്ട് പിന്നെ 300 മിനിറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കുന്നില്ല. എന്ത് യുക്തിയാണല്ലോ? ഒന്ന് ചോദിക്കട്ടെ പൊന്നു സുഹൃത്തെ. അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് ഞാൻ താങ്കൾക്ക് നൽകിയത് സാർ. അല്ലേ സാർ? ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എക്സ്പ്ലനേഷൻ ഞാൻ താങ്കൾക്ക് പറഞ്ഞത്. പിന്നെ എന്തിനാണ് പൊന്നു സുഹൃത്ത് അൺലിമിറ്റഡ് എന്നുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യം? ഉപയോഗിക്കുന്ന ആവശ്യം എന്ന് വെച്ചാൽ നിലവിൽ അത് പഴയ ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ നിലവിൽ എത്രയും പെട്ടെന്ന് അത് ചേഞ്ച് ആകുന്നതാണ്. അതിനുള്ള ഇത് നിലവിൽ ഞാൻ പറയാം. അത് ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണെന്നറിയോ? അത് ഉപയോഗിക്കേണ്ട ആവശ്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അവിടെ ഇരിക്കുന്ന ആളല്ലേ, നിങ്ങൾ വോഡഫോൺ സെന്ററിൽ ഇരിക്കുന്ന ആളെ, നിങ്ങളെക്കാട്ടി നല്ല കീർത്തേക്കാണ് ഞാൻ പറഞ്ഞു തരാം. ജിയോ ഉപയോഗിക്കുന്ന ആൾക്കാർ അൺലിമിറ്റഡ് കോളിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ നെറ്റ്വർക്കിലേക്ക് റീചാർജ് ചെയ്യിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടെയാണ് അങ്ങനെ ഒരു ഓഫർ ചെയ്ത് മെസ്സേജ് സെൻഡ് ആക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ സാർ, താങ്കൾ ഇത്ര നേരം താങ്കൾ പറഞ്ഞു, എന്നെ പറയാനുള്ള അനുവാദം നൽകാമോ സാർ? ജിയോ ഒന്നും ഇതുവരെ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ആയില്ല. അതായത് ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ താഴെ അണ്ടറിൽ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ആയില്ല. അവർ ടെസ്റ്റിങ്ങിനും ഇതിനും വേണ്ടി മാത്രമേ താങ്കൾക്ക് കോളുകളും ഡേറ്റയും മാത്രമേ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. അതിന് സുഹൃത്തെ, ഏപ്രിൽ 31 തീരുന്ന മാർച്ച് 31 തീരുന്ന ഓഫർ വീണ്ടും എന്തിനാ 15 ദിവസം നീട്ടിയത്? മാർച്ച് 31 തീരാനുള്ള ഓഫർ വീണ്ടും എന്തിനാ സാർ വീണ്ടും നീട്ടിയത്? കാലാവധി നീട്ടിയത് എന്താണ് സാർ? ജിയോ അവരെ ഒഫീഷ്യലായിട്ട് ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല. ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ ഒരൊറ്റ ചോദ്യം പൊന്നു സുഹൃത്തിന്, ഒരൊറ്റ ചോദ്യം. നിങ്ങൾക്ക് ഇത്ര വർഷമായിട്ട് ഇങ്ങനെ ഒരു ഓഫർ, ഇത്ര വാല്യൂ കസ്റ്റമറിന് ഇത്ര ലാഭം കിട്ടുന്ന ഒരു ഓഫർ ഇതുവരെ ചെയ്യാതെ 26 മാർച്ച് 31 ജിയോയുടെ ഓഫർ കാലാവധി തീരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം തീർന്നു? നമുക്ക് അങ്ങനെ ഒരു ഓഫർ ഇല്ല സാർ. നമുക്ക് നിലവിൽ നമുക്ക് തട്ടി കളിക്കണ്ട. അത്തും പിറ്റൊന്നും പറയണ്ട. താങ്കൾ മാത്രം എന്തേ പറഞ്ഞ് താങ്കൾ മാത്രം ഇതായി പോയല്ലോ. നിങ്ങളുടെ സൗണ്ട് ഒന്നും ഒരു ഫ്രീക്വൻസി ഇല്ല, ഒരു ഇതില്ല, ഒരു കൊച്ചു കുട്ടികളെ പോലെ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മേലേക്ക് കയറി പോകുന്നത്. ഓക്കെ, നിങ്ങൾ പറയും. താങ്കൾ എങ്ങനെ സംസാരിച്ച താങ്കൾ ദൈവം തന്നെ സൗണ്ടാണ് സാർ. അതിലിപ്പോ താങ്കളുടെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് സംസാരിക്കാനുള്ള സമയം തരും. പക്ഷെ എനിക്ക് എന്താ അറിയാ, നിങ്ങൾക്ക് അങ്ങനെ തരാൻ തോന്നുന്നില്ല. കാരണം നിങ്ങളെ സംസാരം കേട്ടിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ മാത്രം സംസാരിക്കുകയാണെങ്കിൽ താങ്കൾ നിലവിൽ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ സാർ. അതല്ല, നിങ്ങൾ സംസാരിച്ചോളൂ. സോറി, സംസാരിച്ചോളൂ. ഞാൻ താങ്കളെ സഹായിക്കാനാണ് ഇരിക്കുന്നത്. അപ്പം എനിക്കുള്ള സൊല്യൂഷൻ പറയാനുള്ള അവകാശം തന്നാലേ മാത്രമേ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ സാർ. നായികക്ക് 40 വട്ടം ആ സൊല്യൂഷൻ തന്നെ പറഞ്ഞു കുത്തിർന്നാൽ എങ്ങനെ ശരിയാവാ? സാർ, ഒരു കാര്യം തന്നെ പലവട്ടം പറയുന്ന ആൾക്ക് വ്യക്തമാകുന്നില്ലെങ്കിൽ വീണ്ടും പറഞ്ഞു ഇതെങ്ങനെയാണ് സാർ? ഒരു മിനിറ്റ്. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യം, അത് ഈ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിനെ കുറിച്ചല്ല ചോദിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് അത് നിങ്ങൾ ചോദിച്ച് കസ്റ്റമർ കെയറിലേക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ടീച്ചർ താങ്കളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് നെക്സ്റ്റ് ലെവൽ എസ്കലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാണ് താങ്കൾ നിലവിൽ താങ്കൾ തീർച്ചയായിട്ടും താങ്കളുടെ ഇഷ്യൂ പറഞ്ഞാലേ എനിക്കത് എസ്കലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്ക് ടീം ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തിരുന്നതാണ്. ഭാവിയിൽ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വരാതെ നോക്കിക്കൊള്ളാം സാർ. ഭാവിയിൽ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇനി എന്നാ ബുദ്ധിമുട്ട് വരാനാ? ഒരു മിനിറ്റ്, വേറൊരു കാര്യം അവിടെ കേട്ടെ. ഞാൻ ഇതിന് മുന്നൊന്ന് വിളിച്ചു.
ഇനിയിപ്പോ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സൗണ്ട് റെക്കോർഡ് വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം, നോ പ്രോബ്ലം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവില്ല. ഇവിടെ കോൾ റെക്കോർഡാണ് സാർ, താങ്കളുടെ നമ്പറിട്ട് ചെക്ക് ചെയ്താൽ മതി, താങ്കളുടെ കോൾ റെക്കോർഡാണ്. അല്ല നിങ്ങൾ എന്താ ആൾക്കാരും നമുക്കറിയാം, നിങ്ങൾ വല്ലാതെ ഡയലോഗ് അടിക്കണ്ട. നിങ്ങൾ കോൾ റെക്കോർഡാണ് മറ്റേത് മറിച്ചതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതോടൊക്കെ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഞാൻ ആദ്യം വിളിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വരാനുള്ള സംഭവം എന്ന് വെച്ചാൽ, അത് ആദ്യം 26-ാം തീയതി ആ ഓഫർ അങ്ങനെ തന്നെ ആയിരുന്നു, അൺലിമിറ്റഡ് ആയിരുന്നു. പിന്നെ കുറച്ചാണ് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് ഓഫർ, ഒരു സുപ്രഭാതത്തിൽ ഓഫർ മലക്കം മറിഞ്ഞതാണ്. അതാണ് സംഭവം. അതുകൊണ്ടാണ് അങ്ങനെ ആയത് എന്നാണ് നിങ്ങൾ ഒരു സുഹൃത്ത് ആദ്യം പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇതിലിപ്പോ ഞാനിപ്പോ ഏതാ വിശ്വസിക്കേണ്ടേ? ഞാൻ പറഞ്ഞ താങ്കൾ വിശ്വാസമില്ല, താങ്കൾ മെസ്സേജ് എടുത്ത് വായിച്ചു നോക്കൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ താങ്കളോട് എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ താങ്കൾ ആ മെസ്സേജ് ഒരു മിനിറ്റ് നിങ്ങൾ അല്ലല്ല, ഒരു മിനിറ്റ് ചോദിക്കട്ടെ. ആ ടേംസ് അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചതിന് മറുപടി, നിങ്ങൾ രണ്ടാളും ഒരു കമ്പനി തന്നെ അല്ലേ? വേറെ കമ്പനിയിലല്ലല്ലോ, വേറെ വാക്ക് മാറ്റി പറയാം. വേറെ സെന്റർ ആയിരിക്കാം സാർ, താങ്കൾ ചിലപ്പോൾ കണക്ട് ആയ വേറെ സെന്റർ ആയിരിക്കാം, ഇപ്പൊ താങ്കൾ ഇപ്പൊ കണക്ട് ആയ വേറെ സെന്റർ ആയിരിക്കാം. അപ്പൊ ഈ വേറെ സെന്ററിൽ വേറെ നിയമങ്ങളും വേറെ റീപ്ലൈകളാണോ കിട്ടുന്നത്? സാർ എല്ലാരും മനുഷ്യനും ഒരേപോലെ അല്ലല്ലോ സാർ. താങ്കളുടെ ഒവ്വൊരു മനുഷ്യനും ഒവ്വൊരു ക്യാരക്ടറല്ലേ സാർ, അതെന്താണെന്ന് താങ്കൾക്ക് അറിയാൻ പറ്റുമല്ലോ സാർ. മനുഷ്യനും ഒരേപോലെ അല്ല, പക്ഷെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്, നിങ്ങളെ തലതൊട്ടപ്പന്മാര് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഒന്ന് തന്നെയല്ലേ? കസ്റ്റമറോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് പഠിപ്പിച്ചു തരുന്നത് ഒന്ന് തന്നെയല്ലേ? നിലവിൽ അതേ ഒരു ഞാൻ പഠിച്ച കാര്യങ്ങളാണ് താങ്കൾ നിലവിൽ പറഞ്ഞത്. അപ്പൊ ഞാൻ ആദ്യം ഞാൻ ചോദിക്കില്ലേ, ഞാൻ ആദ്യം തന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു. ഞാനൊരു സൗണ്ട് നിങ്ങൾ ആദ്യം വിളിച്ചത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വലിയ ആവേശത്തിലൊക്കെ പറഞ്ഞു. ഇപ്പൊ ആവേശമൊന്നും ഇല്ല. നിങ്ങൾ ജസ്റ്റ് ആ റെക്കോർഡ് ഒരു മിനിറ്റ് ചോദിക്കട്ടെ. ആ കോൾ റെക്കോർഡാണ്. ഓക്കെ, കോൾ റെക്കോർഡ് ആണല്ലോ. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് അപ്പൊ അയാൾ പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത്, ഞാൻ നിങ്ങൾ പറഞ്ഞതാണ്? ഇനിയിപ്പോ എന്റെ ചങ്ങാതി, എന്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞ വിശ്വസിക്കുന്ന നിലവിൽ താങ്കളുടെ കയ്യിൽ തന്നെ എവിഡൻസ് ഉണ്ട്, ആ മെസ്സേജ് വന്ന എവിഡൻസ് താങ്കളുണ്ട്. താങ്കൾ ചെക്ക് ചെയ്ത് നോക്കുക സാർ. ഞാൻ എന്നാ ചെക്ക് ചെയ്യണമെന്ന് ഇയാൾ പറയുന്നത്? താങ്കൾ നിലവിൽ ടേം ആൻഡ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടോ എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക സാർ. ഞാൻ എന്നാ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്? ആ മെസ്സേജസ് വായിച്ചാൽ പോരെ സാർ, താങ്കൾ നിലവിൽ അറിയാം. പൊന്നു സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലോ ഈ മെസ്സേജ് വായിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. സാധാരണ വീട്ടമ്മമാരും വീട്ടിൽ ജോലിക്ക് കൂലിപ്പണി എടുക്കണമല്ലോ. ഞാനിങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ ഇങ്ങനെ പോയിട്ട് നമ്മൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞാനും കണ്ടിരുന്നു. പക്ഷെ അന്ന് ഞാൻ കണ്ടിരുന്നു. പക്ഷെ അന്ന് ഞാനത് കാര്യമാക്കിയിട്ടില്ല, അത് ഓപ്പൺ ആക്കിയിട്ടില്ല, അതെന്താ സംഭവം നോക്കിയിട്ടില്ല, നിങ്ങളെ വിളിച്ച് ചോദിച്ചിട്ടില്ല. അത് എന്റെ ആനമണ്ടത്തരം. സത്യമാണ്, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അതെന്റെ ആനമണ്ടത്തരം. വോഡഫോണ് കിട്ടിയ വലിയൊരു ലാഭമായിട്ട് ഞാൻ കരുതുന്നു. ഓക്കെ, അത് വിട്. പിന്നെ വേറെ കാര്യം, ഇപ്പൊ എന്റെ കോൾ കട്ടാകുമ്പോ എന്റെ വേറെ സുഹൃത്തുണ്ട്, അവന് കസ്റ്റമർ കെയർക്ക് വിളിച്ചിട്ട് സംഭവം എന്താന്ന് ചോദിക്കുമ്പോൾ അവനും പറയും അത് ഓഫർ ഇങ്ങനെയായിരുന്നു, 2 ദിവസം കഴിഞ്ഞിട്ട് മാറിയായിരുന്നു. പിന്നെ വേറെ ഒരുത്തം വിളിക്കുമ്പോൾ പറയും, ഒരു മിനിറ്റ് ചോദിക്കട്ടെ. അപ്പൊ വേറെ ഒരുത്തം വിളിക്കുമ്പോൾ പറയും ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊണ്ടാണ് അങ്ങനെ വന്നത്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, കാരണം ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി അടുത്ത ഓഫർ ചെയ്യുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നോക്കിയിട്ട് നല്ല ഓഫർ ചെയ്യുക എന്ന് പറഞ്ഞു. നിങ്ങൾ കട്ടാക്കി പോവാണെങ്കിൽ വേറെ ഇവിടെ കുറെ നമ്പർ ഉണ്ട്, നമ്മൾ വിളിച്ചോണ്ടേ ഇരിക്കും. നിങ്ങൾ ഇഷ്ടം പോലെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞു, ഒരു കാര്യം തന്നെ വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൊന്നു സുഹൃത്തെ, നിങ്ങൾ ഇങ്ങനെ 300 മിനിറ്റ് വെക്കുന്നോണ്ടോ അൺലിമിറ്റഡ് വെക്കാതെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നോണ്ടോ ഒന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ എന്താ പറയുക നമ്മളെ പ്രശ്നം, ഈ അൺലിമിറ്റഡ് വെച്ചിട്ട് പിന്നെ ഒരു 300 ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അതെന്താണെന്നാണ് ഞാൻ താങ്കൾ നിലവിൽ ബാക്ക് എൻഡ് ടീമിലേക്ക് ഞാൻ എസ്കലേറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. എന്താണ് താങ്കളുടെ ഇഷ്യൂ ഞാൻ ഐഡന്റിഫൈ ചെയ്തു, അത് ഞാൻ ബാക്ക് എൻഡ് ടീമിലേക്ക് അറിയിക്കാം. അതിനുള്ള സൊല്യൂഷൻ എന്താണ് എത്രയും പെട്ടെന്ന് നൽകുന്നതാണ് സാർ. ബാക്ക് എൻഡ് ടീം എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും ഇത് സൊല്യൂഷൻ കൊടുക്കാൻ കംപ്ലൈന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമൊന്നുമില്ല സാർ. ഞാൻ നിലവിൽ ഞാനുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിച്ചിട്ടുണ്ട്. ഭാവിയിൽ എത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വരെ തന്നെ നോക്കിക്കൊള്ളാം സാർ. അപ്പൊ ഭാവിയിൽ ഇപ്പൊ വന്ന ഞങ്ങൾ 3-4 ആളുകൾ ഇരിക്കണ്ടേ? ഇപ്പൊ ഞങ്ങൾ വന്ന് ഞങ്ങളെന്താ പൊട്ടന്മാരാണോ? ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല സാർ. പൊന്നു സുഹൃത്തെ, ഞാൻ ചോദിക്കുന്നത് ഈ അൺലിമിറ്റഡ് എന്ന് എഴുതിയിട്ട് 300 മിനിറ്റ് എന്ന് എഴുതാൻ ഇത്ര പണിയുണ്ടോ? സാർ മറ്റെന്തെങ്കിലും അറിയാൻ താങ്കൾ താല്പര്യപ്പെടുന്നുണ്ടോ? പൊന്നു സുഹൃത്തെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ചോദിച്ചതിനാണ് ഇത്ര നേരം 19 മിനിറ്റ് കൊണ്ട് 23 മിനിറ്റ് കൊണ്ട് താങ്കളോട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 23 മിനിറ്റ് നിങ്ങൾക്ക് ഒരു കസ്റ്റമറോട് ഇത്ര സമയം സംസാരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വെച്ച് പോണ സുഹൃത്തെ, വേറെ നമ്പർ ഞങ്ങൾ വിളിച്ചോളാം. ഞാൻ ഇഷ്ടമല്ലാന്ന് ഞാൻ ഒരിക്കലും താങ്കളോട് ഒരു മിനിറ്റ് പൊന്നു സുഹൃത്ത് ഒന്ന് മനസ്സിലാക്കണം. മിണ്ടാതിരി. ഞാൻ പറയട്ടെ. മിണ്ടാതിരി.
ഇതിന്റെ മുന്നേയും വിളിച്ചിട്ടുണ്ട്. എന്റെ പേര് നൗഫൽ എന്നാണ്, മുഹമ്മദ് നൗഫൽ. ഇതിന്റെ മുന്നേയും വിളിച്ചിട്ടുണ്ട്, മുന്നേയും പല തവണ വിളിച്ചിട്ടുണ്ട്, കുറെ കംപ്ലൈൻസ് തന്നിട്ടുണ്ട്. അതൊന്നും ഒരു മിനിറ്റ് ചോദിക്കട്ടെ. അതിന് മുന്നെല്ലാം വിളിച്ചിട്ടുണ്ട്. നല്ല രീതിയിലാണ് സംസാരിച്ച്. ഒരിക്കലും ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. അത് മനസ്സിലാക്കണം ആദ്യം. പിന്നെ നിങ്ങൾ 23 മിനിറ്റായി സംസാരിക്കാൻ തുടങ്ങിയിട്ട് വല്ലാതെ അങ്ങനത്തെ ഡയലോഗ് ഇവിടെ, അനാവശ്യ ഡയലോഗ് ഇവിടെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ വെച്ച് പോകണം. നിങ്ങൾക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കണം. എന്നോട് സംസാരിച്ചേ പറ്റൂ. പിന്നെ നിങ്ങൾ എന്തിനാ ഈ 23 മിനിറ്റിന്റെ കാര്യം ഇത്ര ടൈമിൽ സംസാരിക്കുന്നു, അങ്ങനെ സംസാരിക്കുന്നു, ഇങ്ങനെ സംസാരിക്കുന്നു? ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇത് പറയാം. താങ്കൾ നിലവിൽ താങ്കെന്താവും സർ? ഒരു മിനിറ്റ് ഞാൻ പൊന്നു സുഹൃത്തെ ഒന്ന് ചോദിക്കട്ടെ. നിങ്ങളെ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 2 കംപ്ലൈന്റ് ഉണ്ട്. എന്താ പറയുക? ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇതിന്റെ ആൻസർ കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചതിന്റെ ആൻസർ എന്റെ 2 ചോദ്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് മറുപടി തരാം. ഓക്കെ, എനിക്ക് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ എന്റെ ചോദ്യം നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. ഇനി നിങ്ങൾ പറ. എനിക്കറിയേണ്ടത് ഈ അൺലിമിറ്റഡ് എന്നുള്ളത് 300 മിനിറ്റ് ആക്കാൻ നിങ്ങൾക്ക് എന്താ പണി, എന്താ തരേണ്ടി, എത്ര പൈസ തരേണ്ടി, എന്താ നിങ്ങൾക്ക് ചെയ്ത് തരേണ്ടി, എന്താ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരേണ്ടി? അതാണ് എനിക്ക് കിട്ടേണ്ട ഉത്തരം. ഈ അൺലിമിറ്റഡ് എന്ന് എഴുതിയിട്ട് അതിലൊരു 300 മിനിറ്റ് ഒളിപ്പിച്ച് വെക്കാൻ. കേൾക്കുന്നില്ല? ഉച്ചത്ത് സംസാരിക്കുകയാണെങ്കിൽ അയൽപക്കത്ത് വീട്ടുകാരൊക്കെ അങ്ങോട്ട് കയറി വരും, സീനാവും. പിന്നെ ഇത്ര ഒച്ചത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒച്ചത്തിൽ സംസാരിക്കാം. ഓക്കെ, ഞാൻ പരമാവധി ശ്രമിക്കാം. ഓക്കെ, ഞാൻ പറയുന്നത് അൺലിമിറ്റഡ് എന്നതിന്റെ ഉള്ളിൽ 300 മിനിറ്റ് നിന്ന് ഒളിപ്പിച്ച് വെക്കാൻ മാത്രം ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഇപ്പം നിലവിൽ നമുക്ക് അത് എന്തുകൊണ്ടാണ് വന്നതെന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് പ്രായര റൂൾ അനുസരിച്ച് ഒരു കസ്റ്റമറിന് ഒരു ദിവസം, അതായത് ഒരു ഓഫർ കൊടുക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് കോൾ വിളിക്കാൻ പറ്റില്ല. പെർ ഡേ 300 മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 300 മിനിറ്റ് കൊടുത്തപ്പോൾ കാക്ക് നിലവിൽ വീണ്ടും അതിൽ ചേഞ്ചസ് വന്നു. അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിലവിൽ വീണ്ടും ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം 1200 മിനിറ്റ് മാത്രമേ ഒരു കസ്റ്റമറിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 20 മണിക്കൂർ മാത്രമേ ഫ്രീ യൂസേജ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ക്യാപ്പിംഗ് വന്നത്. അത് നിലവിൽ അതിനുള്ള ചേഞ്ചസ് ഉള്ള മെസ്സേജ് നമുക്ക് നിലവിൽ റിവിഷൻ ഉണ്ടായിരുന്നു. നമുക്ക് നിലവിൽ വീണ്ടും അത് ഓഫർ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. നമ്മുടെ മെസ്സേജ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം. ഞാനൊന്ന് ഇടപെടുന്നുണ്ട്. അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടില്ല. ശരി, ഇതുവരെ താങ്കൾ എന്നോട് പറഞ്ഞു എനിക്ക് മെസ്സേജ് കിട്ടിയെന്ന കാര്യങ്ങൾ താങ്കൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അത് കേട്ടുകൊണ്ടിരുന്നത്. താങ്കൾ വേണമെങ്കിൽ താങ്കളുടെ കോൾ റെക്കോർഡ് ഞാൻ വെയിറ്റ് ചെയ്യാം. താങ്കളുടെ എന്ത് മെസ്സേജ് ആണെന്ന് താങ്കൾ പറഞ്ഞു? താങ്കൾക്ക് ടേം ആൻഡ് കണ്ടീഷൻ ഒരു ദിവസം ഇത്ര സെക്കൻഡ് മാത്രമേ സംസാരിക്കൂ. ഒരു മിനിറ്റ് ഈ ഇത്ര ദിവസം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവിടെ വിവരിച്ചിട്ടില്ല. വെറും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആപ്ലിന്ന് എഴുതിയിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. ആപ്ലിക്കബിൾ ആണെന്ന് വെച്ചാൽ താങ്കൾ നിലവിൽ ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ താങ്കൾ നിലവിൽ അത് വിശദമായിട്ട് എഴുതാനുള്ള ഓപ്ഷൻ നിലവിൽ അവൈലബിൾ അല്ല. നമുക്ക് 4-5 പേജ് എഴുതാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് ഇത്ര സുഹൃത്തെ 4-5 പേജ് എഴുതാനുള്ള ആവശ്യം അവിടെ വരുന്നില്ലല്ലോ. 3 വേർഡിന്റെ ആവശ്യം വരുന്നു. 3 വേർഡ് വെറും 3 വേർഡ്. നമുക്ക് പേയ്മെന്റ് കണ്ടീഷൻ നമുക്ക് അങ്ങനെ ഒരു അനുസരിച്ച് മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നിലവിൽ മറ്റെന്തെങ്കിലും അറിയാൻ താങ്കൾ താല്പര്യപ്പെടുകയാണെങ്കിൽ പറയുക സർ. അപ്പൊ നമ്മൾ ഇത് വെറുതെ റീചാർജ് ചെയ്യുന്നത്, നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നത്, നമ്മൾ ഈ അൺലിമിറ്റഡ് ഒരു ബെനിഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ സർ. ഇത് കൂടുതൽ താങ്കൾ എത്ര നേരം തർക്കിച്ചാലും ഒരു ബെനിഫിറ്റ് കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. അറിയാൻ താല്പര്യപ്പെടുന്നത്. ഓക്കെ, കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നില്ല. ഇനി ഞങ്ങളിപ്പോ ഇത്ര നേരം സംസാരിച്ചിട്ട് നിങ്ങൾ എന്ത് ഇതാണ് അടുത്ത റീചാർജ്, ഞങ്ങൾക്ക് അടുത്ത ഓഫർ വരുമ്പോൾ എന്ത് സൊല്യൂഷൻ, എന്താണ് നിങ്ങൾ മാറ്റം വരുത്താൻ പോകുന്നത്? അതൊന്ന് പറയാമോ? ഇതെല്ലാം മുത്ത് സുഹൃത്തെ ഒന്ന് മനസ്സിലാക്കണം. ഈ അൺലിമിറ്റഡിന്റെ കാര്യം മാത്രമല്ല, വേറെ എന്ത് കാര്യമായാലും ഇങ്ങനത്തെ ക്രൂഷ്യൽ ആയിക്കാണ്ട് പൈസ പിഴിഞ്ഞെടുക്കുന്ന ഇങ്ങനത്തെ മെസ്സേജസിന് പകരം നിങ്ങൾക്ക് എന്ത് മാറ്റം വരുത്താൻ പറ്റും? അതായത് ഹൈഡൻ ആയിക്കാണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള മെസ്സേജസ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ ഇല്ലയോ? ഫീഡ്ബാക്ക് എടുക്കാം സാർ. താങ്കൾ നിലവിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതെ തന്നെ നോക്കിക്കൊള്ളാം സാർ. ഇങ്ങനെ ഇനി അത് വേറൊരു കാര്യം. ഇനി അടുത്തതായിട്ട് ഇനി ഭാവിയിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല സാർ. ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ എന്താണ് നിങ്ങൾക്ക് അവകാശം? അതായത് ഭാവിയിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങൾക്ക് എന്താണ്
ഒരു മിനിറ്റ് ഭാവിയിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതിന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് നൽകാനാവുക? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാകില്ല. നിങ്ങളെ വായെന്ന് കേൾക്കുന്ന ഈ വാക്ക് വിഴുങ്ങിയിട്ട് അങ്ങനെ ഒരു ഉറപ്പല്ല എനിക്ക് വേണ്ടത്. പിന്നെ എങ്ങനെയാണ് സാർ വേണ്ടത്? അങ്ങനെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഒരു ഈ ഹൈഡൻ ചെയ്തിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഇങ്ങനത്തെ ഓഫറുകൾ വന്നാൽ നിങ്ങൾക്ക് ഒന്നുമില്ല, നമുക്ക് അത്ര ഉള്ളൂ. ഒരു 2000 റുപ്യ റീചാർജ് ചെയ്താൽ മതി. ഒരു 2000 രൂപ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇനി ഭാവിയിൽ വന്നാൽ ഒരു 2000 രൂപ ഫ്രീ ആയിട്ട് റീചാർജ് ചെയ്ത് തരാം. നിലവിൽ നമുക്ക് നോക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. നിങ്ങൾ കമ്പനി ചെയ്യണ്ട, നിങ്ങൾ പേഴ്സണൽ ആയിക്കോട്ട് ചെയ്തോ. നിങ്ങളെ തൊള്ളയെന്നല്ല വാക്ക് വരുന്നത്, കമ്പനിന്റെ തൊള്ളയെന്നല്ലല്ലോ വാക്ക് വരുന്നത്. നിങ്ങളെ വായെന്നല്ല ഈ വാക്ക് വരുന്നത്, ഞങ്ങൾ ഉറപ്പ് നൽകാമെന്ന്. അത്രക്ക് ഉറപ്പ് നൽകാമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു 2000 രൂപ ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ റീചാർജ് ചെയ്ത് തരാമെന്ന് പറയാൻ എത്ര ബുദ്ധിമുട്ട്? അതാണ് പറയുന്നത്. ഇപ്പോഴും ഉറപ്പായിട്ടില്ല. ഇന്ന സംഭവം ഇങ്ങനെല്ലാം ചേഞ്ച് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പില്ല. പിന്നെ വെറുതെ ഒരു മിനിറ്റ് കസ്റ്റമർ ഒഴിവാക്കാനും വേണ്ടി വെറുതെ ഭാവിയിൽ ഞങ്ങൾ അങ്ങനെല്ലാം ചെയ്യും സാർ, ഞങ്ങൾ ഇതിന് ഫീഡ്ബാക്ക് കൊടുക്കാൻ സാർ, ഞങ്ങൾ ഇങ്ങനെ കംപ്ലൈൻസ് കൊടുക്കാൻ സാർ, ഞങ്ങൾ മുകളിൽ റിപ്പോർട്ട് ചെയ്യും സാർ, ഭാവിയിൽ നിങ്ങൾക്ക് അങ്ങനെ വരില്ല, ഉറപ്പ് എന്ന് ചെയ്ത് കോളാണ് കട്ടാക്കി ഒഴിവാവാനല്ല ഞാൻ വന്നത്. ഓക്കെ, പറഞ്ഞോട്ടെ സാർ, താങ്കൾ ഇതുവരെ സംസാരിച്ചു. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, താങ്കൾ നിലവിൽ താങ്കൾ ആവശ്യപ്പെടുന്ന ആ ഒരു വിവരം നമുക്ക് ഉടനെ നൽകാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത്ര നേരം താങ്കൾ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന് മുത്തു സുഹൃത്തെ പറയാനുള്ള അവസരം നൽകൂ സാർ. താങ്കൾ മാത്രം പറഞ്ഞിരുന്നാൽ താങ്കൾക്ക് ഇഷ്യൂ സോൾവ് ആകില്ല ഒരിക്കലും. ഓക്കെ അല്ല താങ്കൾ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ, താങ്കളുടെ ഇഷ്യൂ പറഞ്ഞോളൂ, അതിനുശേഷം ഞാൻ സംസാരിക്കാം സാർ. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ പറഞ്ഞോളൂ സാർ. ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞു മാത്രമേ ലാസ്റ്റ് നിങ്ങൾ റെസ്പോൺസ് ഇല്ല അങ്ങനെ കോൾ കട്ടാക്കും. അതൊന്നും ഇവിടെ നടക്കൂല. നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളെ കണ്ടിന്യൂ ചെയ്തോളൂ, ഞാൻ കേൾക്കാം. പറഞ്ഞോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ താങ്കൾ സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. ഇല്ല ഏതെങ്കിലും ചെയ്യും സാർ. ഓക്കെ എന്നാ ഞാൻ സംസാരിക്കാം. ഹലോ, എന്റേത് കഴിഞ്ഞു, നിങ്ങൾ പറഞ്ഞോളൂ. ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചാൽ മറുപടി പറ. ഇല്ല സാർ, താങ്കളല്ലേ സംസാരിക്കാന്ന് പറഞ്ഞോളൂ. അപ്പൊ ഞാൻ സംസാരിക്കാം. ഇന്നലെ എന്റെ മാവിന്റെ താഴത്തൊരു മാങ്ങ വീണു. അത് പെറുക്കാൻ കുട്ടൻ ഓടിപ്പോയി. കുട്ടൻ അവിടെ കല്ലുണ്ടായിരുന്നു, അതവനെ കണ്ടില്ല. അവിടെ കാല് തെറ്റി വീണു, മുറിയായി, ഹോസ്പിറ്റലിൽ പോയി, ആകെ സീനായി, പക്ക സീൻ. സംസാരിക്കാൻ പറഞ്ഞത് താങ്കൾ പ്രോഡക്റ്റുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് സംസാരിച്ചാൽ മതി. അല്ല പിന്നെ നിങ്ങളല്ലേ പറഞ്ഞോളൂ. ഞാൻ പിന്നെ എന്നാ പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഈ കാര്യങ്ങൾ മാങ്ങ പറിക്കാൻ പോയതും തേങ്ങ പറിക്കാൻ പോയതല്ല താങ്കളോട് പറയാൻ പറഞ്ഞത്. ബന്ധപ്പെട്ട് അറിയാൻ താല്പര്യപ്പെടുവാണെങ്കിൽ പറഞ്ഞാൽ മതി സാർ. അതാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് ഇത്ര നാടൻ കാര്യങ്ങളെ പറയാനുള്ളൂ. പിന്നെ ഈ വോഡഫോണിന്റെ നിങ്ങൾ ഇങ്ങനെ നമ്മളെ കബളിപ്പിച്ച് ഞങ്ങൾ ഇങ്ങനെ പറ്റിച്ച് പീഞ്ഞെടുക്കുന്ന പൈസ ഒക്കെ പോട്ടെ, ഒരു ദിവസത്തെ ശമ്പളം പോട്ടെ. പക്ഷെ ഭാവിയിൽ ഇങ്ങനെ വരൂല എന്നുള്ള ഉറപ്പ് എന്ന് കേട്ടാ പോരാ. അതിന് എന്തെങ്കിലും തെളിവ് വേണം. നമുക്ക് നിലവിൽ തെളിവ് വേണമെങ്കിൽ താങ്കൾ നിലവിൽ നൽകാനുള്ള ഓപ്ഷൻ നിലവിൽ അവൈലബിൾ അല്ലേ സാർ? പിന്നെ എന്നാ ഉറപ്പാ നിങ്ങൾ പറയുന്നത്? സാർ കേട്ടില്ല. എന്താണ് പിന്നെ നിങ്ങൾ ഈ പറയുന്നതിന് എന്താണ് വാല്യൂ? നിങ്ങൾ ഒരു മിനിറ്റ് ഈ ചെറിയ കുട്ടികളെ ചോറും കറിയും വെക്കുന്ന പോലെയാണ് നിങ്ങളെ വർത്താനം. ഒരു ഉറപ്പുമില്ല, ഒരു തെളിവില്ല. മറ്റേ മുഖ്യമന്ത്രി പറയുന്ന തെളിവില്ല എന്ന് പറയുന്ന പോലെയാണ് നിങ്ങളെ വർത്താനം. മുഖ്യമന്ത്രി പറയാറുണ്ടല്ലോ തെളിവില്ല എന്ന്, അതേപോലെയാണ് നിങ്ങളെ വർത്താനം. ഒന്നിനും തെളിവില്ല, ഉറപ്പില്ല. വായിക്കാൻ അറിയാത്തതോ? നിങ്ങളെന്താ കസ്റ്റമറിനെ കൊച്ചാക്കുന്നോ? സംസാരിക്കുന്നേ? പിന്നെ എന്നെ വായിക്കാൻ അറിയാത്തത് എന്റെ കുഴപ്പമല്ല എന്നല്ല സംസാരിക്കുന്നേ. അതിന് പൊന്നു സുഹൃത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കാൻ അറിയുന്ന ആളുകളെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിന്റെ മുന്നേ നിങ്ങൾ കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിലൊന്നും ഇങ്ങനെ ഒരു ചതി നിങ്ങൾ എവിടെയും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ സാർ, വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര നേരം താങ്കളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും നേരം സംസാരിച്ചിട്ട് കാര്യമില്ലാന്ന്. പിന്നെ നിങ്ങളെ വീട്ടിലെ നിങ്ങൾ വിളിച്ചിട്ടാണ് കാര്യമുള്ളത്. പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്?
ഇപ്പൊ നേരത്തെ ഒരുത്തന്നെ വിളിച്ചപ്പോ മാന്യത ഇല്ല ഞാൻ ഇങ്ങനെയല്ല പിന്നെ എങ്ങനെ സംസാരിക്കണം ഒന്ന് പറഞ്ഞതാ. കേട്ടില്ല. കേൾക്കില്ല. ആ ചെവി ഒന്ന് ആദ്യം എടുത്തിട്ട് ഒന്ന് തിരികെ എന്നാലേ കേൾക്കുള്ളൂ. കേട്ടില്ല സാർ. ഇവിടെ എന്റെ നാട്ടുകാർ മൊത്തം കേൾക്കുന്നുണ്ട്, എന്നിട്ടും അയാൾ കേട്ടില്ല. താങ്കൾ പറയുന്ന എനിക്ക് സൗണ്ട് കുറവായിട്ട് സ്വരം കറക്റ്റ് അല്ല സാർ. സ്വരം കറക്റ്റ് അല്ല. ഞാൻ സ്വരം നാളെ ശരിയാക്കിയാണ്ട് ഞാൻ മറ്റേ പോയാലെല്ലാം കുളിച്ചിട്ടൊന്ന് സ്വരം ശരിയാക്കിയാണ് വരണ്ട്. ഇന്ന് വായന്ന് കേൾക്കണ്ട. എന്താ കേൾക്കുന്നത്? ഞാനൊന്ന് പറയട്ടെ, ഞാൻ പറയുന്നതല്ല കേൾക്കുന്നുണ്ട്. നിങ്ങളൊരു നിസ്സഹായാവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പറയുന്നതല്ല കേൾക്കുന്നുണ്ട്, പക്ഷെ കേൾക്കാത്ത പോലെ അഭിനയിച്ചിട്ടും ഉള്ളിലാ കേൾക്കുന്നതിന്റെ നീരസം ഉണ്ടല്ലോ, അത് വല്ലാതെ. എങ്ങനെയാണ് സാർ താങ്കൾ പറയുന്നത് എനിക്ക് കേട്ടില്ല സാർ. കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളെ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല ഹമ്പും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കേൾക്കാതെ ഇടയ്ക്ക് കേൾക്കുന്നവ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? താങ്കൾ സംസാരിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സാർ? ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ഇവിടെ 2-3 ആൾക്കാരുണ്ട്, അവർക്കെല്ലാം കൊടുക്കുക. അവർക്ക് കേൾക്കുന്നുണ്ടേ പറയുള്ളൂ. നിങ്ങൾ അവിടെ ഉള്ള ആർക്കെങ്കിലും കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഉള്ള 2-3 ആൾക്കാർക്ക് കൊടുക്കാൻ ഞാൻ സംസാരിക്കുന്നത്. വോഡഫോൺ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ആ വോഡഫോൺ പ്രോഡക്റ്റുമായി കുറച്ച് കാര്യങ്ങൾ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. പറഞ്ഞോളൂ സാർ. ഈ വോഡഫോണിൽ ഷെയർ കിട്ടുമോ? എന്താ സാർ? ഷെയർ എന്ത് ഷെയർ ആണ് സാർ? നമുക്ക് എന്തെങ്കിലും ഈ കമ്പനിയുടെ ഷെയർ, മൊത്തത്തിലുള്ള ഷെയർ കിട്ടുമോ? ഇല്ല സാർ, അങ്ങനെ നിലവിൽ അവൈലബിൾ അല്ല. തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ് സാർ. തീർച്ചയായും അറിയിക്കുന്നതാണ് സാർ. നിങ്ങൾ എങ്ങനെയാണ് നമ്പർ? എങ്ങനെയാണ്? ഇതല്ലേ സാറിന്റെ നമ്പർ? അല്ല, എന്റെ നമ്പർ വേറെയാണ്. ഞാൻ നമ്പർ തരാം. നമ്പർ നോട്ട് ചെയ്തോളൂ. ഓക്കെ സാർ.